അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സാന്റിയാഗോ അച്ഛൻ്റെ ഒപ്പം ഗാർഡനിങ് വർക്കിന് പോയി തുടങ്ങി. അവന് മറ്റൊന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അവനെയും കാത്ത് അമ്മൂമ്മ നിൽപ്പുണ്ടായിരുന്നു. അമ്മൂമ്മ അവൻ്റെ കയ്യിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു ട്രെയിൻ ടിക്കറ്റും ഒപ്പം കുറച്ച് പണവും നൽകി. സാന്റിയാഗോയിൽ അത്ഭുതവും സന്തോഷവും സങ്കടവും വന്നു. അവൻ അമ്മൂമ്മയോട് എവിടെ നിന്നാണ് ഇത്രയും പണമെന്ന് ചോദിച്ചു. ഞാനും എൻ്റെ ജീവിതം മുഴുവനും ജോലി ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ സമ്പാദ്യമാണ് ഇതെല്ലാം. തുടർന്ന് സാന്റിയാഗോയോട് അവർ പറഞ്ഞു, നിന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ദൈവത്തിനൊരു വാക്കു കൊടുത്തിരുന്നു. നിന്റെ സ്വപ്നങ്ങൾ നേടാൻ എന്നാൽ കഴിയുന്ന എന്തും ചെയ്യാമെന്ന്. അതിലൊന്ന് മാത്രമാണിത്. നീ ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തണമെന്നും അമ്മൂമ്മ പറയുന്നുണ്ട്. ശേഷം അവർ കഴുത്തിൽ കിടന്ന മാലയെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അധികം വൈകാതെ തന്നെ സാന്റിയാഗോ മെക്സിക്കോയിലേക്കും അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്കും തിരിച്ചു. ഇംഗ്ലണ്ടിലെത്തിയ സാന്റിയാഗോ ഗ്ലെൻഫോയെ ഫോൺ ചെയ്യുന്നു. ഗ്ലെൻഫോയ് ഒരു കാർ മെക്കാനിക്കായി അവിടെ ജോലി ചെയ്യുകയാണ്. സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് തന്നെ അദ്ദേഹത്തിനുണ്ട്. തൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ഗ്ലെൻഫോയ് ഫോണിലൂടെ സാന്റിയാഗോയ്ക്ക് പറഞ്ഞു കൊടുത്തു. സാന്റിയാഗോ ഗ്ലെൻഫോയുടെ അടുത്തേക്ക് എത്തപ്പെട്ടു. ഗ്ലെൻഫോയ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാൾ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയാളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടെന്ന് സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അയാൾക്കാകെയുള്ളത് ഒരു മകൾ മാത്രമാണ്. പിറ്റേന്ന് ഗ്ലെൻ സാന്റിയാഗോയെയും കൂട്ടി ന്യൂകാസ്റ്റിൽ മാനേജറിന് മുമ്പിലെത്തി. മാനേജർക്ക് ഗ്ലെൻഫോയ് വിളിച്ച കാര്യം തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഗ്ലെൻ വിളിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഓർത്തതുമില്ല. ഇരുവരും സംസാരിച്ച് സാന്റിയാഗോയ്ക്ക് ഒരു ട്രയലിനുള്ള അവസരം മാനേജർ കൊടുക്കുന്നു. അടുത്ത ദിവസം തന്നെ സാന്റിയാഗോ ട്രയൽസിനായി ക്ലബിലേക്ക് എത്തി. ക്ലബ് കോച്ചായ മാൾ ബ്രാത്വൈറ്റ് അവനെ സ്വാഗതം ചെയ്തു. കൂടാതെ താനും ഗ്ലെന്നും പണ്ട് മുതലേ സുഹൃത്തുക്കളാണെന്ന് അവനോട് പറയുകയും ചെയ്തു. അവിടെ നിന്ന് സാന്റിയാഗോ ട്രയൽസിനായി ബ്രാത്വൈറ്റിന്റെ കൂടെ ഗ്രൗണ്ടിലേക്ക് പോയി. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. മഴയത്ത് നിന്ന് പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കോച്ച് അവനെയും കളിക്കുവാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറക്കി. എന്നാൽ മറ്റു പ്ലേയേഴ്സ് പൂർണ്ണ താല്പര്യത്തോടെ ആയിരുന്നില്ല സാന്റിയാഗോയെ വരവേറ്റത്. കൂട്ടത്തിലൊരു കളിക്കാരൻ ഹ്യൂഗി മഗ്ഗോവന് സാന്റിയാഗോയോടെന്തോ താല്പര്യം തോന്നിയില്ല. കളിയിലുടനീളം മനഃപൂർവ്വം സാന്റിയാഗോയെ അയാൾ ഫൗൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാന്റിയാഗോയ്ക്ക് കഴിഞ്ഞില്ല. അവൻ പലപ്പോഴായി ഗ്രൗണ്ടിൽ വീണുകൊണ്ടിരുന്നു. കളി കഴിഞ്ഞ് സാന്റിയാഗോ വെളിയിലേക്ക് വരുമ്പോൾ ക്ലബ് കോച്ചായ ബ്രാത്വൈറ്റും ഗ്ലെൻഫോയും എന്തോ കാര്യമായി സംസാരിക്കുന്നത് കണ്ടു. വിഷമത്തിൽ ഗ്ലെന്നിൻ്റെ അടുത്തെത്തിയ സാന്റിയാഗോ തനിക്ക് നന്നായി കളിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുവെന്നും നാളെ താൻ ഉറപ്പായും മികച്ച രീതിയിൽ കളിക്കുമെന്നും പറയുന്നു. എന്നാൽ തനിക്കിനിയൊരു അവസരം ഉണ്ടാകില്ല എന്നാണ് ക്ലബ് കോച്ച് പറഞ്ഞതെന്ന് ഗ്ലെൻ പറയുന്നു. നിരാശയോടെ സാന്റിയാഗോ ഗ്ലെന്നിന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ സാന്റിയാഗോ തന്റെ അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്നും ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, ജോലിയെടുക്കുക, കുടുംബത്തെ പോറ്റുക, മരിച്ചു പോവുക, അതിൽ കൂടുതൽ എന്തെങ്കിലും സ്വപ്നം കാണുന്നവർ വിഡ്ഢികളാണത്രേ. വേദനയോടെ അതും പറഞ്ഞ് സാന്റിയാഗോ മുറിയിലേക്ക് മടങ്ങി. വിഷമത്താൽ പോകുന്ന സാന്റിയാഗോയെ ഗ്ലെൻഫോയ് നോക്കി നിൽക്കുന്നു. അദ്ദേഹത്തിനും അവന്റെ വിഷമം മനസ്സിലാകുമായിരുന്നു.